ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുന്ന ദർശനഭാഗം മീമാംസയാണ്. മീമാംസ എന്ന് പറഞ്ഞാൽ വിരുദ്ധങ്ങളായിട്ടുള്ള വിചാരങ്ങളെ ഉയർത്തിയിട്ട് അതിനെ വാക്കുകളിലൂടെ തന്നെ പരിഹരിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ശാസ്ത്ര രീതിയുടെ പേരാണ് മീമാംസ. ആദ്യം നമ്മൾ വിഷയം അവതരിപ്പിക്കും, എന്നിട്ട് അവതരിപ്പിക്കപ്പെട്ട വിഷയത്തെ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾ തൊടുത്തുവിടും. ചോദ്യങ്ങൾ ചോദിക്കും എന്നർത്ഥം. ആ ചോദ്യങ്ങളെ വളരെ ക്രമമായിട്ട് ഓരോന്നായിട്ട് വിശ്ലേഷണം ചെയ്ത് ചർച്ച ചെയ്ത് അതിനെ സമന്വയിപ്പിച്ച് ഉത്തര രൂപത്തിൽ പ്രസന്റ് ചെയ്യും. സമന്വയിപ്പിച്ച് ഉത്തര രൂപത്തിൽ പ്രസന്റ് ചെയ്യും. ചോദ്യം എന്നുള്ള ശബ്ദം നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, പ്രശ്നഃ എന്ന് സംസ്കൃതത്തിൽ പറയും, സവാൽ കർണ എന്ന് ഹിന്ദിയിൽ പറയും. അപ്പൊ വിഷയത്തെ അവതരിപ്പിച്ച ശേഷം അവതരിപ്പിക്കപ്പെട്ട ആ വിഷയത്തെ കുറിച്ചാണ് ഒരു പ്രശ്നം തൊടുത്തുവിടുക, ഒരു സംശയം ഉന്നയിക്കുക. എന്തിനാണ് ഈ സംശയം ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് ആദ്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു സംശയത്തിന് ഒരു സ്കോപ്പ് നമ്മൾ കണ്ടിരുന്നില്ല. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കാരണം എന്താ? ആ പ്രകരണത്തിൽ ഒരു സംശയം ഉയർന്നു വരാൻ പാകത്തിൽ ഒരു സാധ്യത നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് അതിന് കാരണം. പക്ഷെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ട് കഴിയുമ്പോഴോ നമ്മൾ ആ ചോദ്യത്തിന്റെ മെറിറ്റ് പരിശോധിക്കും. മെറിറ്റ് പരിശോധിക്കാന്നുവെച്ചെങ്കിൽ അത് കാമ്പുള്ള ചോദ്യമാണോ അതോ പൊള്ളയായ ചോദ്യമാണോ എന്നാണ് മെറിറ്റ് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ ആ ചോദ്യത്തിന്റെ മെറിറ്റ് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് കാമ്പുള്ളതാണ്, ഈ സംശയം യുക്തം തന്നെ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ജിജ്ഞാസയായിരിക്കും, എന്തായിരിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ആ ഉത്തരത്തെ സംബന്ധിക്കുന്ന ജിജ്ഞാസ നമ്മുടെ ഉള്ളിലുണ്ടാവും. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ജ്ഞാതും ഇച്ഛ, അറിയുവാനുള്ള ആഗ്രഹത്തെയാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അപ്പൊ വിഷയാവതരണത്തിന് ശേഷം
ആ വിഷയത്തിന്മേൽ നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിന്റെ യുക്തിയും, അതായത് അതിന്റെ മെറിറ്റുമാണ് ആ വിഷയത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മീമാംസാ ശാസ്ത്രത്തിന്റെ പൂർവഭാഗവും അതിന്റെ ഉത്തരഭാഗവും രണ്ടും തുടങ്ങുന്നത് ജിജ്ഞാസ എന്നുള്ള പദത്തോടു കൂടിയിട്ടാണ്. പൂർവമീമാംസയുടെ ആരംഭ സൂത്രം ഒരു പക്ഷേ നമ്മളിൽ ആരെങ്കിലും ഗ്രഹിച്ചു വച്ചിട്ടുണ്ടാവും. അതുപോലെ ഉത്തരമീമാംസയുടെ പ്രാരംഭ സൂത്രവും നമ്മൾ ഗ്രഹിച്ചു വച്ചിട്ടുണ്ടാവും. ഗ്രഹിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ചു നോക്കി, എന്താണ് പൂർവമീമാംസയുടെ ആദ്യത്തെ സൂത്രം? അഥാതോ ധർമ്മ ജിജ്ഞാസ. പൂർവമീമാംസയുടെ ആരംഭ സൂത്രം എന്ന് പറയുന്നത് അഥാതോ ധർമ്മ ജിജ്ഞാസ എന്നാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധർമ്മത്തെ കുറിക്കുന്നതായ ജിജ്ഞാസയുടെ ഫലമായിട്ടാണ്. എന്താണ് ധർമ്മം? ഈ ധർമ്മത്തിന്റെ പ്രസക്തി എന്താണ്? ഈ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നതായിട്ടുള്ള ഉപാധി എന്താണ്? ആ ഉപാധി പരീക്ഷിക്കപ്പെടേണ്ടതാണോ? അങ്ങനെ ധർമ്മത്തെ സംബന്ധിക്കുന്നതായ അനേകം ചോദ്യങ്ങൾ ഉത്തരം കാണേണ്ടവയായിട്ട് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഉയർത്തിവിട്ട ശേഷം അവയിൽ ഓരോന്നിനെയും ക്രമമായിട്ട് പ്രത്യേകമായിട്ട് എടുത്ത് അവിടെ ചർച്ച നടത്തും. ചർച്ച എന്ന് വെച്ചെങ്കിൽ ആ ചർച്ചയുടെ പേര് വാദം എന്നാണ്. വാദം. വാദം എന്ന് പറയുന്നതായ ആ പ്രകരണത്തിന് ശാസ്ത്രം നൽകുന്ന പേര് കഥ എന്നാണ്. കഥ. അപ്പൊ ഒരു വാദകഥ നടക്കണമെങ്കിൽ അതിനൊരു പ്രകരണം ആവശ്യമാണ്. ആ പ്രകരണത്തെ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രകരണത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നു വരണം. ആ ചോദ്യങ്ങൾക്ക് പ്രകരണത്തിൽ നിന്നുകൊണ്ട് ഉത്തരം കണ്ടെത്തണം. അങ്ങനെ നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ ആ കണ്ടെത്തിയ ഉത്തരം പരീക്ഷിക്കപ്പെടും. അതിനുശേഷം വേറെ ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഈ പ്രകരണം വാദകഥയിലൂടെ 1, 2, 3, 4 എന്ന രീതിയിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആ പ്രകരണം എന്താ? ധർമ്മത്തിന്റെയാണ് പ്രകരണം. ചർച്ച ചെയ്യുന്ന ശാസ്ത്രത്തിന്റെ പേരെന്താ? പൂർവമീമാംസ.
എപ്പോഴാണ് ഒരാൾക്ക് തന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉദിക്കുക? ധർമ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെക്കുറിച്ച് വാരി വലിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല അർത്ഥം. പിന്നെ എന്താ ധർമ്മ ജിജ്ഞാസ? ഈ ലോകത്ത് മനുഷ്യരൂപത്തിൽ പിറന്നതായ ഞാൻ ഇക്കാലം അത്രയും വിധിയാം വണ്ണം ആചാര്യമുഖത്തു നിന്ന് ബ്രഹ്മചര്യനിഷ്ഠനായിട്ട് ആചാര്യാധീനനായിട്ട് ഈ വിദ്യകളെല്ലാം കരസ്ഥമാക്കി. ഈ വിദ്യകളെല്ലാം എന്ന് പറഞ്ഞാലോ എഴുതപ്പെട്ടിട്ടുള്ളത് എല്ലാം എന്നല്ല അവിടെ അർത്ഥം. കുറെ കാലം നമ്മൾ പഠനം എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ മാറ്റിവെച്ചപ്പോൾ പല ശാസ്ത്രങ്ങൾ നമ്മൾ അധ്യയനം ചെയ്തു. ആ അധ്യയനം സമാപിച്ചു. ആ അധ്യയനം സമാപിച്ച ശേഷം ഗുരുവിൽ നിന്ന് അനുജ്ഞ വാങ്ങിയ ശേഷം ഗുരുകുലം വിട്ട് സമാവർത്തനം ചെയ്ത് സമൂഹത്തിൽ എത്തിച്ചേർന്നു. അവിടെയാണ് ധർമ്മ ജിജ്ഞാസ ആരംഭിക്കുന്നത്. ഈ ആയുസ്സിൽ ഞാൻ കരസ്ഥമാക്കിയ വിദ്യ എന്താണോ ആ വിദ്യയെ ആധാരമാക്കി സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് എന്റെ കർത്തവ്യം? ഇതാണ് ധർമ്മ ജിജ്ഞാസയുടെ അർത്ഥം. ഞാൻ എന്താ ചെയ്യുക? ഈ ചോദ്യം ഇടയ്ക്കെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഓരോരോ പ്രകരണത്തില് ഉണ്ട്. തിങ്കളാഴ്ചക്കുള്ളില് 30,000 രൂപ നിങ്ങൾ വരുത്തിയ കുടിശ്ശിക തീർത്തടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ ആരംഭിക്കും എന്ന് ഒരു ബാങ്കിന്റെ അന്ത്യശാസനം നമുക്ക് ലഭിക്കുന്നു എന്നിരിക്കുക, എന്നങ്ങനെ സങ്കല്പിക്കുക. ആ ശാസനം നമ്മൾ വാങ്ങിക്കും. ആ ശാസനം ഒരിക്കൽ നോട്ടീസ്, ആ ബാങ്കിന്റെ നോട്ടീസ് നമ്മൾ കൈപ്പറ്റും, ആ നോട്ടീസ് വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? അത് വായിക്കും. അതിലെന്താണോ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ധർമ്മത്തെ സംബന്ധിക്കുന്ന ഇതേ ചോദ്യം ചോദിക്കും. എന്താ ഇതിപ്പോ എന്താ ചെയ്യുക? ഇതിപ്പോ എന്താ ചെയ്യുക? എന്തിനു വേണ്ടി? നടപടികളിൽ നിന്ന്, ബാങ്ക് പറയുന്നതായിട്ടുള്ള ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആ സിറ്റുവേഷൻ ഒരു ആപത്ത് പോലെ നമുക്ക് നേരെ ഉയർന്നു വന്നിരിക്കുക. ഒരു ആപത്ത് പോലെ. ഞാനിതൊക്കെ പറയുമ്പോ ശബ്ദശാസ്ത്രത്തെക്കുറിച്ചും ശബ്ദശൈലിയെക്കുറിച്ചും പരിചയമുള്ളവരുണ്ടെങ്കിൽ
അവർക്ക് മനസ്സിലാവും ഇവിടെ ശബ്ദത്തിന്റെ പുനരാവൃത്തി വന്നിട്ടുണ്ട്. ശബ്ദ പുനരാവൃത്തി വന്നിട്ടുണ്ട്. ആപത്ത് വന്നു ഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വന്നു ഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ആപത്. ആപദ്യതേ, വന്നു ഭവിക്കുക. ആപദ്യതേ, വന്നു ഭവിക്കുക. അപ്പൊ ഈ ആപത്ത് വന്നു ഭവിക്കുന്നു എന്ന് പറഞ്ഞാലോ, ഗേറ്റ് പടിവാതിൽ എന്നൊക്കെ പറയണ പോലെ ഒരു പുനരുക്തി ദോഷം അവിടെ നമുക്ക് സൂക്ഷ്മതയോട് കൂടിയിട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയും. അതിൽ ബാങ്കിന്റെ ഒരു ഭയപ്പെടുത്തലില്ലേ? ബാങ്കിന്റേതായ നടപടിക്രമങ്ങളെ കുറിച്ച് പരിചയം നമുക്കില്ലെങ്കിൽ ബാങ്കിന്റെ ആ നോട്ടീസ് നമ്മളെ പേടിപ്പെടുത്തുന്നതായിരിക്കും. അതങ്ങനെ പേടി ഉദിക്കുമ്പോ എന്താ ചെയ്യുക എന്ന് ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരും. അതെന്താ? ധർമ്മ ജിജ്ഞാസയാണ്. ഈ ആപത്തിനെ തടയാൻ ഞാൻ എന്താണ് നടപടി എന്റെ ഭാഗത്തു നിന്ന് കൈക്കൊള്ളേണ്ടത്? വെറുതെ കൈക്കൊണ്ടാൽ പോരാ, ആ നടപടി സമുചിതമായിരിക്കണം. നീതിന്യായങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ നടപടി. ബാങ്കിന്റെ നടപടി അങ്ങനെയാ. ഒരു നോട്ടീസ് അയച്ചു, 2 നോട്ടീസ് അയച്ചു, 3 നോട്ടീസ് അയച്ചു, അവസാനം ഫൈനൽ നോട്ടീസ് അയച്ചു. എന്നിട്ടും ബാങ്ക് കുറച്ചു ദിവസം കാത്തിരിക്കും. അവരൊരു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഇത്രാം തീയതിക്കുള്ളിൽ അടച്ചു തീർക്കണമെന്ന്. നമുക്ക് ആവശ്യമായ സമയം, സന്ദർഭം തന്നു. അപ്പൊ അവരുടെ ഈ നോട്ടീസ് നമുക്ക് അവർ നോട്ടീസ് നമുക്ക് നൽകിയത് ആ നീതിന്യായ വ്യവസ്ഥയെ പാലിച്ചുകൊണ്ട്, ബാങ്കിങ് നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള നടപടി ഇതേപോലെ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടി ആണ് ബാങ്ക് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഇതെപ്പോഴാ വന്നത്? ധർമ്മത്തെക്കുറിച്ച് വരുന്നതായിട്ടുള്ള ചർച്ചയിലാണ് ഈ സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ കുറച്ച് ബലപൂർവകം ആലോചിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെ ഒരു ദർശന വിദ്യാർത്ഥി എന്നുള്ള രീതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നടപടികളും അവയുടെ ക്രമങ്ങളും മനസ്സിലാക്കിയിട്ട് ഓരോ ക്രമത്തിനും ഓരോ പ്രതികാരങ്ങളുണ്ട്. പ്രതികാരം എന്താ? പ്രതികാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടും കുത്തുമൊന്നുമല്ല, മറിച്ച് നമുക്ക് നേരെ നീണ്ടുവരുന്നതായ നിയമത്തിന്റെ കരങ്ങളെ നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ ചെറുക്കുന്നതിന്റെ പേരാണ് നടപടി. അത് ഹിംസാത്മകമാവാൻ പാടില്ല. അത് കൃത്യവിലോപം വരുന്ന രീതിയിലാവാൻ പാടില്ല. നിയമങ്ങളെ ഉല്ലംഘനം ചെയ്തുകൊണ്ട് ആവാൻ പാടില്ല. നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് ആവാൻ പാടില്ല. ബാങ്കിൻ്റെതായ നോട്ടീസ് കൈപ്പറ്റിയ നമുക്ക് വിഷമമുണ്ട്, ആശങ്കയുണ്ട്, സമ്മർദ്ദമുണ്ട്, പിരിമുറുക്കമുണ്ട്, ഒക്കെ ഉണ്ട്.
അതിനെ എല്ലാം നമ്മൾ സഹിച്ചുകൊണ്ട് അതിന്റെ പ്രതിവിധി എന്താണോ ആ പ്രതിവിധിയെ ആരായണം. ഇതൊരു ഉദാഹരണം മാത്രമാണ്, ചെറിയ ഒരു ഉദാഹരണമാണ്. ഇങ്ങനെയുള്ളതായ അനേകം അനേകം സാഹചര്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഒരു മാല പോലെ കൂടിച്ചേർന്നതാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം. അപ്പൊ ആ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ട് അവിടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ഒരു കണ്ണിയായിട്ടുള്ള നമ്മൾ ആ കണ്ണിയായി തുടർന്നുകൊണ്ട് ആ കണ്ണിയായി തുടരുവോളം നമ്മുടെ നിലനിൽപ്പിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അവിടെ നിന്ന് നമ്മുടെ പുരോഗതിക്കായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ചേരുന്നതാണ് ധർമ്മ ജിജ്ഞാസ പ്രകരണം അഥാതോ ധർമ്മ ജിജ്ഞാസ. ദർശനശാസ്ത്ര സമുച്ചയത്തിൽ എന്ന് പറഞ്ഞാൽ 6 ദർശനങ്ങളിലും വെച്ച് ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ് പൂർവമീമാംസ. എന്താ അങ്ങനെ വരാൻ കാരണം? കാരണം ലോകമെമ്പാടുമുള്ള സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാം കൂടി ഉള്ളതാണ് ഈ പൂർവമീമാംസ പ്രകരണം. അതിലെത്രയോ തരം കർമ്മങ്ങളുണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ. ആ കർമ്മങ്ങളുടെ വൈവിധ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അതെങ്ങനെ ആരംഭിക്കുന്നു, എങ്ങനെ പുരോഗമിക്കുന്നു, എങ്ങനെ അവസാനിക്കുന്നു, എന്താണ് ആ കർമ്മങ്ങളുടെ റിസൾട്ട്, അത് നമുക്ക് എപ്പോൾ ലഭ്യമാകും, ആരാണത് ലഭ്യമാക്കുക, അത് ലഭ്യമായില്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ അല്പം വൈകി ജനിപ്പിക്കാൻ എന്തെങ്കിലും ഉപായമുണ്ടോ, അത് ലഭിക്കുന്നതൊന്ന് വേഗത്തിലാക്കാൻ വല്ല ഉപായമുണ്ടോ? അങ്ങനെ നമ്മുടെ കർത്തവ്യ കർമ്മ സംബന്ധമായിട്ടുള്ള നൂലാമാലകൾ നിറഞ്ഞതായിട്ടുള്ള അനേകായിരം പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രകരണമാണ് ധർമ്മപ്രകരണം. അതുകൊണ്ട് തന്നെ ആ ധർമ്മപ്രകരണത്തെ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അത് അതീവ ബൃഹത്തായ ഒരു ഗ്രന്ഥമായിട്ട് മാറി. അവിടെ അത്യുക്തിയൊന്നുമില്ല, വാരി വലിച്ച ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് ഒരക്ഷരം പോലും കുറയാതെ ഒരക്ഷരം പോലും കൂടാതെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ രചനാകാരനായിട്ടുള്ള ആ മഹാമനീഷിയുടെ മസ്തിഷ്കം അത് എത്ര തീവ്രമായിട്ടായിരിക്കണം, എത്ര ഏകാഗ്രതയോട് കൂടിയിട്ടായിരിക്കണം പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ 12 അധ്യായങ്ങളായിട്ട് 2700 സൂത്രങ്ങളായിട്ട് ഈ പൂർവമീമാംസ ധർമ്മത്തെ സംബന്ധിക്കുന്നതായ ജിജ്ഞാസയുടെ പ്രകരണമായിട്ട്, ആ ജിജ്ഞാസയ്ക്ക് സമാധാനം കണ്ടെത്താനുള്ള
മാർഗരേഖയായിട്ട് ഇന്നും നമുക്ക് മുമ്പിലുണ്ട് ധർമ്മജിജ്ഞാസാ പ്രകരണം. പലരുടെയും പരാതിയാണ് ഈ ഗ്രന്ഥങ്ങൾ ആരും ഇന്നത്തെ കാലത്ത് അധ്യയനം ചെയ്യാറില്ല എന്നുള്ളത്. അവർ പറയുന്നത് ആംശികമായിട്ട് അല്പമാത്രയില് ഒരു പൊടിക്ക് ആ പറയുന്നതിൽ സത്യമുണ്ട്. കാരണം ജൈമിനി മഹർഷിയുടെ ഈ പൂർവമീമാംസാ സൂത്രങ്ങൾ ഇന്ന് ഗുരുകുലങ്ങളിൽ എവിടെയും അധ്യയനം ചെയ്യപ്പെടുന്നില്ല. എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായം എന്ന് പറഞ്ഞാൽ ആ ദർശനങ്ങളുടെ പ്രാരംഭികമായിട്ടുള്ള ഒരു പ്രകരണം. ഒന്നും പഠിപ്പിച്ചില്ല എന്ന് വേണ്ട, ഒട്ടും ഇല്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ അല്പമെങ്കിലും പഠിക്കുക എന്നുള്ളത്. അങ്ങനെ പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഉവ്വ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്നോ രണ്ടോ അധ്യായങ്ങൾ പഠിപ്പിച്ച ശേഷം ഇനി നിങ്ങൾ പിന്നീട് എങ്ങനെ എപ്പോഴെങ്കിലും അത് പഠിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ആംശിക സത്യം എന്ന് പറയാൻ കാരണം? അതിന്റെ കാരണം ഈ പൂർവമീമാംസാ ശാസ്ത്രം എന്തിനെ കുറിച്ചാണോ ചർച്ച ചെയ്തിട്ടുള്ളത് ആ വിഷയങ്ങളെ അതിന്റെ വിചക്ഷണന്മാരായിട്ടുള്ള വിദഗ്ധന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് അടർത്തിയെടുത്ത് മറ്റു ഭാഷക്കാർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. മറ്റു ഭാഷക്കാർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. മറ്റു ഭാഷക്കാർ അത് പഠിച്ച ശേഷം അവർക്കുണ്ടായ സംശയങ്ങൾ ചോദിച്ചപ്പോൾ ആ സംശയങ്ങൾക്ക് സമുചിതമായ ഉത്തരവും അവർക്ക് കൊടുത്തു. അതിനു പകരം പഠിപ്പിച്ചവർക്ക് അവരെന്ത് ചെയ്തു? പഠിപ്പിച്ചവർക്ക് അവർ ഡോളർ കൊടുത്തു. പഠിപ്പിച്ചവർക്ക് അവർ പൗണ്ട് കൊടുത്തു. പഠിപ്പിച്ചവർക്ക് അവർ യൂറോ കൊടുത്തു. യൂറോ ഇപ്പൊ ഒന്നതാണ് കേട്ടോ. നമ്മളോട് എന്ത് പറഞ്ഞു? അത് നിങ്ങൾക്ക് പഠിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവരൊന്നും അത് പഠിക്കാനുള്ള ഒരു ഉദ്യമവും ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് പഠിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അയിത്തമുണ്ട്. നിങ്ങളത് കേൾക്കാൻ പോലും പാടില്ല. നിങ്ങളത് ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വാദം കൊണ്ടുവരികയും ആ വാദത്തെ നിയമരൂപത്തിൽ അങ്ങിങ്ങായിട്ട് തപ്പിയാൽ പോലും കിട്ടാത്ത രീതിയിൽ എഴുതി പിടിപ്പിച്ചു. എന്തിനാ എഴുതി പിടിപ്പിച്ചേ? പണ്ടൊരു ജോത്സ്യന്റെ കഥയുണ്ട്. ഒരു ജോത്സ്യൻ ഒരു വീട്ടില് രാശി വയ്ക്കാൻ വന്നപ്പോ ഇന്നത്തെ പോലെ കടുത്ത നിയമങ്ങളൊന്നും അന്ന് പാസ്സാക്കിയിരുന്നില്ല കേട്ടോ. ഈ കഥ നടക്കുമ്പോ ജോത്സ്യരെ, എന്റെ മകൾ ഇപ്പോ 6 മാസം ക്യാരി ചെയ്യുക, കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ജോത്സ്യൻ പറയുന്നു, കുട്ടി ആണാ, സംശയമൊന്നുമില്ല. അല്ല ജോത്സ്യൻ ഒന്നുകൂടെ നോക്കി, ഇല്ല കുട്ടി ആണാ, സംശയമൊന്നുമില്ല.
പക്ഷെ ജോത്സ്യൻ പോകുന്നതിന് മുമ്പ് ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിൽ പെണ്ണെന്ന് എഴുതിയിട്ട് ചുരുട്ടിയിട്ട് ആ വീടിന്റെ മരം കൊണ്ടുണ്ടായ പടിപ്പുറമുണ്ട്, വാതിലിന്റെ ഈ കട്ടളയിലെ കട്ടളയുടെ മോളില് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തൽക്കാലത്തേക്ക് വെക്കാനുള്ള ആ പടിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, താഴ്ത്തി വെച്ചു. ഈ ചുരുൾ അവിടെ താഴ്ത്തി വെച്ചു. ജനിച്ചത് ആണാണെങ്കിൽ ജോത്സ്യം പറയും ഞാൻ രാശിയിലെത്തി ആണാണെന്ന് പറഞ്ഞില്ലേ. പെണ്ണാണെങ്കിലോ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പെണ്ണാണെന്ന്, അതേ ഞാൻ ഇവിടെ എഴുതി കൂടി വെച്ചിട്ടുണ്ട്. ആ ചുരുളെടുത്ത് നിർത്തി കാണി. അപ്പൊ എല്ലാവരും മുഖത്തോടൊക്കെ വൈദ്യര് ആണെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷെ പറഞ്ഞു നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവെന്താ? മൂന്നാമതൊരാളുടെ മുമ്പിലാണ് തെളിവ് കൊടുക്കേണ്ടത്. കേട്ട ആൾക്ക് തെളിവ് വേണ്ട, പറഞ്ഞ ആൾക്ക് തെളിവ് വേണ്ട. തെളിവ് ആർക്കാ വേണ്ടത്? ജോത്സ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കേണ്ടത് മൂന്നാമതൊരാളുടെ മുമ്പിലാണ്. ആ മൂന്നാമതൊരാൾക്ക് ഏതാ തെളിവ്? പറഞ്ഞു കേട്ട് ഇല്ലാണ്ട് പോയതാണോ എഴുതി വെച്ചതാണോ തെളിവാവുക? എന്ന് പറഞ്ഞു ജോത്സ്യർ പറഞ്ഞതിലാണ് ന്യായം തോന്നുന്നു. കാരണം പുള്ളി എഴുതി വെച്ചത് പുള്ളി അദ്ദേഹം ഇതൊക്കെ ആ പടിപ്പുറത്തെ പൊടിയൊക്കെ പിടിച്ച് എത്ര ദിവസം മങ്ങിയ പേപ്പർ ശരിയായിരിക്കും. ആ അന്നത്തെ ഡേറ്റും ജോത്സ്യൻ അതിൽ കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ട് കാണും ചില കേസുകളിലെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കൃത്രിമമായിട്ട് തെളിവുകൾ ഉണ്ടാക്കി വയ്ക്കാറില്ലേ? അതുപോലെ ഇന്നത്തെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. ഇത് കേസും തെളിവെടുപ്പും ഏത് കാലത്ത് തുടങ്ങിയോ ആ കാലം മുതൽ ഈ കള്ളത്തരങ്ങളുണ്ട്. കാരണം എന്താ? എല്ലാ മനുഷ്യരും ജനിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കള്ളത്തരങ്ങളോടും ഹിംസാവാസങ്ങളോടും കൂടിയിട്ടാണ്. അത് ജീവിതത്തിലുടനീളം കാണാൻ പറ്റും. പറഞ്ഞില്ലേ മൂലത്തിങ്കൽ പിഴയുണ്ടെങ്കിൽ സൂക്ഷിച്ചാലത് നീളെ കാണാം. നമ്മുടെ സംസ്കാരത്തിൽ അത് അടിഞ്ഞു കൂടിയിട്ടുള്ളതായിട്ടുള്ള വൈകൃതങ്ങളാണ്. അത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കാർക്കും അത് നോക്കി നിൽക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഉയർത്തിക്കാട്ടാറൊന്നുമില്ല. കാരണം എന്താ? വെറുതെ പൊല്ലാപ്പെന്തിനാ പിടിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഈ പൂർവ്വമീമാംസയുടെ പ്രകരണത്തെ എന്ത് ചെയ്തു? അവർ വിദേശീയർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വിദേശീയരോ ആ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് നല്ല ദക്ഷിണ കൊടുത്തു. മറ്റതെങ്ങനെയാ? ജോത്സ്യന് പോകുമ്പോ നമ്മൾ കയ്യിൽ ചുരുട്ടി കൂട്ടി എന്നാ ജോത്സ്യനെ വച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പാവം വഴിയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കി കഴിക്കുമ്പോ ചിലപ്പോൾ അയാളുടെ ചങ്ക് പൊട്ടും. എന്താ? കാരണം അത് ഒന്നിനും തികയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വേദമന്ത്രമുണ്ട്. തം രോദസി പിപൃതം സത്യവാചം. മന്ത്രത്തിന്റെ ഒരു ലാസ്റ്റ് പാദം മാത്രമാണ് ഞാൻ പറഞ്ഞത്. തം രോദസി പിപൃതം സത്യവാചം. സത്യം എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിവുള്ളതായിട്ടുള്ള പ്രമാണകുശലന്മാരായിട്ടുള്ള ആചാര്യന്മാരെ, അല്ലയോ ദ്യാവാ പൃഥിവി, അവർക്ക് വേണ്ടതെല്ലാം നൽകി ഭദ്രമായിട്ട് സുരക്ഷിതമായിട്ട് നിലനിർത്തണേ എന്നാണ് ഈ വേദമന്ത്രത്തിലെ പ്രാർത്ഥന. മന്ത്രം തുടങ്ങുന്നത് ശതധാരം ഉത്സം അക്ഷീയമാണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം നമ്മൾ ആരുടെയാണോ സംരക്ഷണം ഇവിടെ ആവശ്യപ്പെടുന്നത്, ആ സത്യനിഷ്ഠനായിട്ടുള്ള, അത് ജ്യോത്സ്യനായാലും കൊള്ളാം, വൈദ്യനായാലും കൊള്ളാം, ആചാര്യനായാലും കൊള്ളാം, അവർ സന്തുഷ്ടരാണെങ്കിൽ, അവർ പ്രസന്നരാണെങ്കിൽ അവരുടെ കയ്യിലുള്ള വിദ്യ അവർ എന്ത് ചെയ്യും? നമ്മളെ വിളിച്ചു നമുക്ക് നൽകും. അവർ അസന്തുഷ്ടരാണെങ്കിലോ
സ്വാഭാവികമായിട്ടും എന്റെ സന്തുഷ്ടിക്ക് ഒരു തരത്തിലും ഇവർ കാരണമല്ല എന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും? തന്റെ സന്തുഷ്ടിയെ ആരാണോ നൽകുന്നത് അവർക്ക് ആ വിദ്യ ഈ ആചാര്യന്മാർ വിൽക്കും. മാക്സ്മുലർ വൈദികമായ കാര്യങ്ങൾക്ക് വിശകലനാത്മകമായിട്ടുള്ള രചനകൾ ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഭാരതത്തിൽ നിന്ന് ഗ്രന്ഥങ്ങളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പുസ്തകങ്ങൾ മാത്രമല്ല കൊണ്ടുപോയത്, ഇവിടുത്തെ ബ്രാഹ്മണരെ കൊണ്ട് ആ പുസ്തകങ്ങൾ ചുമപ്പിച്ചുകൊണ്ടാ കൊണ്ടുപോയത്. എന്തിനാ? നിങ്ങൾ ഈ പുസ്തകം ചുമന്ന് ഞങ്ങളുടെ രാജ്യത്ത് വരിക, ഞങ്ങൾക്ക് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, അതിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരിക, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതും ഞങ്ങൾക്ക് കാണിച്ചു തരിക. അങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മദേശത്ത് കിട്ടാത്തതായിട്ടുള്ള ദക്ഷിണ ഞങ്ങൾ നൽകും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പേരാണ് ഭൂരിദക്ഷിണ, കൂടുതൽ ദക്ഷിണ. കൂടുതൽ ദക്ഷിണ കിട്ടിയപ്പോൾ എന്തായി? ഇവിടുത്തെ ആളുകൾക്ക് ഇത് നെഗേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ വെച്ചു, അവര് മത്സ്യം കഴിക്കുന്നവരല്ലേ, മാംസം കഴിക്കുന്നവരല്ലേ, തുണിയില്ലാതെ നടക്കുന്നവരല്ലേ, വ്യഭിചരിക്കുന്നവരല്ലേ, പകൽ സമയം മൈഥുനം നടത്തുന്നവരല്ലേ. ഒരുപാട് നെഗറ്റീവുകൾ നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ ആചാര്യന്മാരെല്ലാം ആ നെഗറ്റീവ് കണ്ടില്ല. അവരെന്താ പറഞ്ഞത്? അതെല്ലാം പോസിറ്റിവിറ്റികളാണ്, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ പിന്തിരിപ്പന്മാരാണ്, നിങ്ങൾ എപ്പോഴും നൂറ്റാണ്ടുകൾ പിന്നിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഇവർ പറയുന്നതനുസരിച്ച് അവർ വ്യാഖ്യാനങ്ങൾ എഴുതി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴോ അതേ ബ്രാഹ്മണർ പറഞ്ഞതായ വ്യാഖ്യാനം, അത് പറഞ്ഞതായ വാക്കുകളുടെ വിശകലനം, അത് അവരുടെ ഭാഷയിലാക്കി അവർ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നമുക്ക് തോന്നി, കാര്യം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെങ്കിലും ഈ ദൂരെന്ന് വരുന്ന മുല്ലപ്പൂവിന് നല്ല മണമാണല്ലോ, അതുകൊണ്ട് നമ്മുടെ മുല്ലപ്പൂവ് ആരും മേടിച്ചില്ല, പക്ഷെ അവിടുന്ന് വരുന്ന മുല്ലപ്പൂവ് നമ്മൾ വാങ്ങിച്ചു. അതല്ലേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള പഴഞ്ചൊല്ല്. അങ്ങനെയാ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ടോ നമ്മുടെ ആളുകൾ അതിനെ അന്വേഷിക്കാനായിട്ട് നമുക്ക് കിട്ടിയില്ല, എങ്കിലും അവർ കച്ചവടക്കാരായിട്ട് ആ പുസ്തകങ്ങൾ നമുക്ക് നൽകിയപ്പോ നമ്മൾ വില കൊടുത്ത് ആ പുസ്തകം വാങ്ങി. ഒപ്പം തന്നെ വലിയ വില കൊടുത്ത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നു. എന്താ ഈ പുസ്തകത്തിൽ എഴുതിയത് എന്താണെന്ന് അവരിൽ നിന്ന് കേൾക്കാനായിട്ട്. അങ്ങനെ ഈ വൈദികമായിട്ടുള്ള ഈ സാഹിത്യങ്ങൾ എഴുതപ്പെട്ടത് നമ്മൾ നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിൽ കേൾക്കാതെ ഭാഷകളുടെ എല്ലാം ജനനി എന്ന് പറയുന്നതായ സംസ്കൃതത്തിൽ കേൾക്കാതെ ആ ഗ്രന്ഥം വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ എന്ന് നമ്മൾ ധരിച്ചു. ഇതെല്ലാം ധാർമ്മികമായ ക്ഷേത്രത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതായിട്ടുള്ള നമ്മൾ നേരിട്ട വലിയ പ്രശ്നങ്ങളാണ്. വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മളുടെ ഒരു ഇതിഹാസത്തിലെ ഒരു വലിയ ഏട് നമ്മളവിടെ മറന്നുപോയി. ശ്രീബുദ്ധൻ തന്റെ അനുയായികളോട് സംസാരിച്ചതൊന്നും സംസ്കൃത ഭാഷയിലായിരുന്നില്ല. അദ്ദേഹം അതിന് സാമാന്യ ജനത്തിന്റെ ഭാഷയായിട്ടുള്ള പാലിയെ സ്വീകരിച്ചു.
കാരണം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഏതാണോ ആ മനസ്സിലാവുന്ന ഭാഷയിൽ ഗഹനങ്ങളായിട്ടുള്ള ഈ വിജ്ഞാനങ്ങളെ ചെറിയ 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 കഴിക്കാൻ പറ്റിയ ക്യാപ്സൂളുകളാക്കി അദ്ദേഹം കൊടുത്തപ്പോഴോ അത് വളരെ പ്രായോഗികമാണെന്ന് ജനതയ്ക്ക് മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിലാണ് ബുദ്ധന് ഇത്രയും വലിയ അനുയായികൾ ഉണ്ടായത്. ഇത് പൂർവമീമാംസയുടെ പ്രകരണം. അടുത്തത് ഉത്തരമീമാംസയാണ്. ഉത്തരമീമാംസയുടെ തുടക്കം അഥാതോ ബ്രഹ്മജിജ്ഞാസ. അഥാതോ ബ്രഹ്മജിജ്ഞാസ. നമ്മൾ ഈ ശാസ്ത്രങ്ങളെ പഠിച്ച് അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് മാത്രം പഠിച്ചാൽ പോരാ. എന്തുകൊണ്ടാ പോരാ എന്ന് പറഞ്ഞത്? കാരണം അങ്ങനെ അത് എന്നാ പഠിച്ചു തീരുക? അതിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് നമുക്ക് എങ്ങനെയാ ബോധ്യം വരിക? ഈ ജീവിതത്തിൽ തന്നെ ആ ബോധ്യം നമുക്ക് ഉണ്ടാക്കി തരണമെങ്കിൽ, നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ആചാര്യന്മാർ അത് നമുക്ക് ഉണ്ടാക്കി തരണമെങ്കിൽ ഈ പഠിച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന നമ്മുടെ ശൈലി മാറണം. എന്ന് വെച്ചാലോ, എല്ലാവരും കൂടി ഒരു ദിവസം കൂട്ടമായിട്ട് ഭാരതപ്പുഴയിലെ മണൽത്തരി പോലെ കുംഭമേള നടത്തിയിട്ട് കാര്യമില്ല. ആൾക്കാർ മണൽത്തരി പോലെ അവിടെ വന്നു. അവസാനം എന്തായി? അവിടെയൊക്കെ ചവിട്ടി ഒതുക്കിയിട്ട് ഈ ഓരോരോ മണൽത്തരിയായി പോണ കാറ്റത്ത് പറന്നു പോണ പോലെ അവിടുന്ന് പറന്നുപോയി. അവിടെ എന്ത് വേണം? അവിടെ മണൽത്തരിക്ക് പകരം നമുക്കൊരു പാറ വേണം. മണൽത്തരിക്ക് പകരം വേണ്ടത് എന്താ? പാറ വേണം. നമ്മുടെ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിന്റെ പ്രാരംഭിക നടപടികൾക്ക് നമുക്ക് മണൽ ആവശ്യമാണ്. ആ ഒരു പിടി മണൽ നമ്മുടെ ഹോമകുണ്ഡത്തിന്റെ അടിയിൽ നമ്മൾ വിരിക്കും. ആ മണലിന് അവിടെ സാങ്കത്യമുണ്ട്. പക്ഷെ മണലില് നമ്മൾ എന്ത് കെട്ടിയാലും അത് ഉറച്ചതായിരിക്കില്ല. അതുകൊണ്ട് ആ മണൽത്തിട്ടയിൽ കൂടി നടന്നേ കുറെ ദൂരം ചെന്ന് കഴിയുമ്പോ അവിടെ നമുക്കൊരു പാറക്കൂട്ടം കാണാൻ പറ്റും. മണൽത്തിട്ടയിൽ നിന്ന് ഉയർന്ന് അതിന്റെ ഇടയിലേക്കൊക്കെ മണൽ കയറിയൊരു മണൽത്തിട്ട കാണാൻ പറ്റും. അല്ല, ഒരു പാറക്കൂട്ടം കാണാൻ പറ്റും. നമ്മൾ ഇരിക്കേണ്ടത്, നമ്മുടെ സിംഹാസനം നമ്മൾ പണിയേണ്ടത് ആ പാറക്കൂട്ടത്തിന്റെ മുകളിലാണ്. അപ്പൊ പൂർവമീമാംസ എന്ന് പറയുന്നത് ഈ സമുദ്ര തീരത്തെ സൈകതം എന്ന് കേട്ടിട്ടുണ്ടല്ലോ? ഹിമശൈല സൈകത ഭൂമിയിൽ ഞാനൊരു പാട്ടില്ലേ? സൈകതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽസികതയുടെ കൂമ്പാരം. സികത എന്ന് വെച്ചെങ്കിലോ മണലുകൾ, മണൽത്തരികളെയാണ് സികത എന്ന് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രം പറയുന്നതായ ആശയങ്ങളും അതിന്റെ പ്രവൃത്തിയും ഒരു മണൽ കൂമ്പാരം പോലെ എണ്ണമറ്റ ആശയങ്ങൾ ഈ വേദസാഹിത്യത്തിലുണ്ട്. അതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രയോജനമുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാം നമുക്ക് ഓരോന്നായിട്ട് അതിനെ അറിഞ്ഞു തുടങ്ങുമ്പോ അതെന്നാ നമ്മൾ അറിഞ്ഞു തീരുക? നമ്മുടെ ജീവിതം അതോടുകൂടി അവസാനിക്കില്ലേ? അത് പൂർത്തിയാവാത്ത രീതിയിൽ അവസാനിക്കില്ലേ? അപ്പൊ നമ്മൾ പൂർവമീമാംസയുടെ ഉള്ളിൽ
നമ്മൾ രണ്ടാമതൊരു പ്രകരണം ആരംഭിക്കുകയാണ്. അതിന്റെ പേരാണ് ഉത്തരമീമാംസ. പൂർവമീമാംസയിൽ ധർമ്മം എന്താണ് എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് രണ്ടാമത്തെ മീമാംസ. വേദാന്ത ദർശനം അല്ലെങ്കിൽ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നതായിട്ടുള്ള ഉത്തരമീമാംസ ഈ പൂർവമീമാംസയിൽ ഉന്നയിച്ചതായ ചോദ്യങ്ങൾക്കുള്ള സമുചിതമായ യുക്തിയുക്തമായിട്ടുള്ള ഉത്തരമാണ്. ആ ഉത്തരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, ആ ഉത്തരം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പൂർവമീമാംസയിൽ നിന്ന് നമ്മൾ വലയിട്ട് പിടിച്ചതായ ആശയങ്ങളിൽ കുറെ ആശയങ്ങളെ നമുക്ക് കൈവിടേണ്ടതായിട്ട് വരും. കാരണം എല്ലാ ആശയങ്ങളെയും കൂട്ടിക്കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഉത്തമ ശൃംഖത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? വാങ്ങിയ നെല്ലിൽ നിന്ന് വെള്ളമൊഴിച്ച് നമ്മൾ പതിരുകൾ കളയുന്ന പോലെ കുറെ ഭാഗങ്ങളെ നമ്മൾ കൈവിട്ടു. എന്നിട്ട് നമുക്ക് പോകേണ്ടതായിട്ടുള്ളൊരു ചാനൽ, ആ ചാനൽ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ ചാനലിലൂടെ പോകുമ്പോൾ നമ്മൾ എന്തിനെയൊക്കെ നേരിടേണ്ടി വരും അത് നമ്മൾ മനസ്സിലാക്കി. അതിനെ നേരിടുമ്പോൾ എന്താണ് അതിനുള്ള പ്രതിവിധി അത് നമ്മൾ മനസ്സിലാക്കി. ബാക്കിയെല്ലാം അതെന്റെ മാർഗമല്ല, എന്റെ മാർഗം ഇതാണ്. എന്റെ മാർഗം ഇതാണ് എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ ലക്ഷ്യം അതാണ്. ഉപനിഷത്ത് പറഞ്ഞു ബ്രഹ്മാ തല്ലക്ഷ്യമുച്യതേ. നീ വളരെ ആഗ്രഹിച്ച ഉത്കൃഷ്ടമായ ആ വസ്തു ഇതാ ദൂരത്തിരിക്കുന്ന കാണൂ. നീ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് എത്ര സമയം കൊണ്ട് നിനക്ക് ആ വസ്തുവിന്റെ അടുത്തെത്താം. അങ്ങനെയാണ് 10+2+3+2 സിസ്റ്റം ഉണ്ടായി. 10+2+3+2. 10ാം ക്ലാസ് 1 മുതൽ 10 വരെ 10 വർഷം, 11ഉം 12ഉം 2 വർഷം, ഡിഗ്രി 1, 2, 3 വർഷം, 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പൊ എന്താ? നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി. കാരണം ആ വിഷയത്തിൽ നമ്മൾ മാസ്റ്റർ ആണ്. അറിയുക മാത്രമല്ല, അത് മറ്റുള്ളവരെ അറിയിപ്പിക്കാനുള്ളതായ നമ്മുടെ സാമർഥ്യം കൂടി ആ പഠനകാലത്ത് നമ്മൾ സ്വായത്തമാക്കി എന്നുള്ളതായിട്ടുള്ള ആ പൂർവമീമാംസ പ്രകരണത്തിന്റെ പാശ്ചാത്യ മാതൃകയിലുള്ളതായ എന്നാൽ ഭാരതീയ ആശയമനുസരിച്ചുള്ളതായിട്ടുള്ള പരിവർത്തനമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് മെക്കാളെ. എന്നിട്ട് നമ്മുടെ ആളുകൾ പറഞ്ഞു അയാൾ ദുഷ്ടനാണ്, അയാൾ അങ്ങനെ എഴുതി, അയാൾ ഇങ്ങനെ എഴുതി, അയാൾ എങ്ങനെ എഴുതി, എന്ത് ദുഷ്ടനാക്കുണ്ടായിക്കൊള്ളട്ടെ, അയാൾ കൊണ്ടുവന്നതായ സമ്പ്രദായത്തെ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. നമ്മൾ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ന്യൂനതകളൊക്കെ ഉണ്ടാവും. ഏതിലാ ന്യൂനത ഇല്ലാത്ത? നമ്മുടെ മുറ്റത്ത് വളർന്ന തെങ്ങ് എല്ലാം ന്യൂനത ഇല്ലാത്തതാണോ? വാഴകളൊക്കെ ന്യൂനത ഇല്ലാത്തതാണോ? നെൽകൃഷി ന്യൂനത ഇല്ലാത്തതാണോ? നമ്മുടെ അമ്മ വയ്ക്കുന്ന ആഹാരം ന്യൂനത ഇല്ലാത്തതാണോ? അല്ല. ന്യൂനതകൾ അനേകമുള്ളപ്പോൾ തന്നെ അതിൽ സാധ്യതകളും അനേകമുണ്ട്. അത് നേരെ അടുത്ത് കാണുമ്പോൾ അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയും. അതിനെ എല്ലാം നമുക്ക് എന്താക്കാൻ പറ്റും? അതിന്റെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് അതിനെ ഉദാത്ത മാതൃകകളിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ ഉത്തരമീമാംസ എന്തായി? ബ്രഹ്മമീമാംസ എന്നുള്ള പേരിൽ പ്രസിദ്ധമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ വിജ്ഞാനം അത് നമ്മൾ സമ്പാദിച്ച ശേഷം
നമ്മൾക്ക് ഏത് മാർഗമാണ് നമുക്ക് എന്താണ് ഈ ലോകത്തിൽ ആയിത്തീരേണ്ടത് എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കുക. നമ്മൾ ആർജിച്ച ജ്ഞാനത്തെ ആധാരമാക്കി. അപ്പൊ നമുക്ക് തോന്നുന്നുണ്ട് ഇന്നൊരു സ്ഥാനം കൊള്ളാം. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്താലോ സ്വാഭാവികമായിട്ടും അതിലൂടെ നടന്നു പോയവർ അവർ നമ്മുടെ വഴികാട്ടികളാവും. ആ വഴികാട്ടിയുടെ പേരാണ് ഇന്നും ഗൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് PhDക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അധ്യാപകൻ, ഗൈഡ്. ആ ഗൈഡ് ചെയ്യും. അയാൾക്ക് മാർഗത്തെ കുറിച്ച് അറിയാം, ലക്ഷ്യത്തെ കുറിച്ച് അറിയാം, എത്ര സമയം കൊണ്ട് എങ്ങനെ എപ്രകാരം ഏതളവില് ഇതെല്ലാം ഗൈഡിന് അറിയാം. അയാൾ നമ്മളെ ഗൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ എവിടെ എത്തും? നമ്മുടെ ലക്ഷ്യത്തിലെത്തും. ലക്ഷ്യത്തിലെത്തിയിട്ട് നമ്മൾ നോക്കി, നമ്മൾ ആ ലക്ഷ്യവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. ആ ലക്ഷ്യവുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും. ആ ലക്ഷ്യത്തിന്റെ പേരെന്താണോ അത് എന്റെ പേരിന്റെ കൂടെ ചേർക്കപ്പെടും. എന്റെ പേരെന്താണോ അത് ലക്ഷ്യത്തിന്റെ പേരിന്റെ കൂടെ ചേർക്കപ്പെടും. അങ്ങനെ ലക്ഷ്യം, ഞാനും എന്റെ ലക്ഷ്യവും എന്തായി? ഞാൻ തന്നെ ലക്ഷ്യം. അതായത് നമ്മൾ ആദ്യം ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവാണ്. ഞാൻ എന്ന് പറയുന്നത് അതിന്റെ സബ്ജക്റ്റ് ആണ്. അങ്ങനെ എന്നാണോ ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തി, ഞാനും ലക്ഷ്യവുമായിട്ട് ഒന്നു ചേരുന്നത്, അന്ന് സബ്ജക്റ്റും ഒബ്ജക്റ്റും ഏകീഭവിച്ച് എന്തായിത്തീരും? ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്ഥിതി വിശേഷത്തിൽ നമ്മൾ എത്തിച്ചേരും. ആ വഴി നമ്മൾ സഞ്ചരിച്ച ആ വഴി അത് നമുക്ക് വളരെ പരിചിതമായി തീരും. അത് വളരെ പരിചിതമായി തീർന്നു കഴിയുമ്പോഴോ നമ്മളും മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരും. ഇത് ആരാ പറഞ്ഞത്? ഇത് ഉപനിഷത്തിലെ ഓരോ പ്രകരണത്തിലും അടിവരയിട്ട് 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 പറഞ്ഞിട്ടുണ്ട്. ഒരു ഋഷിക്ക് ഇന്ന പേരുള്ളൊരു ശിഷ്യനുണ്ടായി. ഉപനിഷത്ത് പഠിച്ചു പോയി. അടുത്ത ഉപനിഷത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഉപനിഷത്തിൽ ആ ഋഷിയുടെ ശിഷ്യനായിരുന്ന ആൾ പുതിയ പ്രകരണം വന്നപ്പോൾ അവിടെ ആചാര്യനാ. ആരുണിയുടെ ശിഷ്യനായിട്ട് വന്ന ശ്വേതകേതു പിന്നീട് വരുന്ന പ്രകരണത്തിൽ അവിടെ ആചാര്യനാ. ഇതിനെയാണ് നമ്മൾ ഗുരുപരമ്പര എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിന് അനുരൂപമായിട്ട് ആ വൈദികങ്ങളായ ശാസ്ത്രവിധാനങ്ങളെ അതറിയുന്നവരിൽ നിന്ന് മനസ്സിലാക്കി അതിന് അനുസരിച്ച് നമ്മുടെ സാമൂഹിക ക്രമത്തെ സൃഷ്ടിച്ച് അതിലൂടെ നമ്മളെ നടക്കാൻ നമുക്ക് പ്രാപ്തി നൽകിയ ഈ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളുടെ ഒരു കൂട്ടുകെട്ടിലാണ് നമ്മൾ ഇന്ന് ശ്വാസം കഴിക്കുന്നത്. വേദത്തിൽ പറയാത്ത ഒരു കാര്യവും ഇവർ പറയുന്നതായ, ഇവർ നമുക്ക് നൽകിയിട്ടുള്ളതായ ശാസ്ത്രങ്ങളിൽ ഇല്ല. അവർ നൽകിയ ശാസ്ത്രങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേദത്തിൽ പറഞ്ഞത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് അവര് വേദത്തിൽ പറഞ്ഞത് തന്നെയാണെങ്കിൽ പിന്നെ വേദത്തിൽ പോരായിരുന്നോ? അവരെന്തുകൊണ്ട് അതിനെ റീടോൾഡ് ചെയ്തു, അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്കൃതം അറിയുന്ന ബുദ്ധൻ പാലിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞതുപോലെ. കാരണം ജനങ്ങളോട് പറയുമ്പോ ജനങ്ങൾക്കറിയുന്ന ഭാഷയെ സ്വീകരിച്ചിട്ട് ആ ഭാഷയിൽ വേണം പറയാൻ. ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരെ കുറിച്ചൊന്ന് ഓർത്തു നോക്കി. അവർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭാഷ പഠിച്ച് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടും അവിടുന്ന് വരുന്ന അവരുടെ ആളുകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ഡിക്ഷണറികൾ ഉണ്ടാക്കി. മതത്തെ നമ്മളൊന്ന് മാറ്റിവെച്ച് നോക്കി, മനുഷ്യന് ഉപകാരമല്ലാതെ മറ്റെന്തെങ്കിലും അതിലുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല.
അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് മനുഷ്യന് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. संसार का उपकार करना इस समाज का मुख्य उद्देश्य है. സ്വാമി ദയാനന്ദൻ ആര്യ സമാജത്തിന് 10 നിയമങ്ങൾ എഴുതിയപ്പോൾ അതിലൊരു നിയമമായിരുന്നു സംസാർ കാ ഉപകാർ കർണ ഇസ് സമാജ് കാ മുഖ്യ ഉദ്ദേശ്യ ഹൈ. अर्थात शारीरिक, मानसिक और धार्मिक उन्नति करना. ശാരീരികവും മാനസികവും ധാർമ്മികവുമായിട്ടുള്ള ഔന്നത്യത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ലോകോപകാരപ്രദമായിട്ടുള്ള ഈ ആര്യ സമാജത്തെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ പേരിൽ നമ്മൾ തൃപ്തരാണോ അതൃപ്തരാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അത് സ്ഥാപിച്ചതിലൂടെ സ്ഥാപകന്റെ ഉദ്ദേശം വളരെ സ്പഷ്ടമാണ്. ലോകോപകാരമല്ലാതെ ഒന്നും അതിൽ ഇല്ല. അതുകൊണ്ട് എവിടുന്ന് ഉത്ഭവിച്ചതായാലും ഏത് ഗ്രന്ഥത്തിൽ നിന്ന് ഉത്ഭവിച്ചതായാലും ഇന്ന് സമൂഹത്തിൽ അത് പ്രചലിതമായിട്ട് നമ്മുടെ വിജ്ഞാനത്തിന് അത് വിഷയമാകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. ജിജ്ഞാസയോട് കൂടിയിട്ട് ജിജ്ഞാസാഭാവത്തില് ചോദ്യങ്ങൾ ഉന്നയിക്കാം. അതറിയുന്നവരിൽ നിന്ന് ഉത്തരം നേടാം. അതിൽ അയുക്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാദമാകാം. പക്ഷെ അതിന് തീർപ്പുണ്ടാവണം. അങ്ങനെ നമ്മൾ തീർപ്പുണ്ടാക്കുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഈ വേദങ്ങളിൽ നാനാ സംജ്ഞകളുണ്ട്. ഈശ്വരനെ സംബന്ധിച്ചായാലും പ്രകൃതിയെ സംബന്ധിച്ചായാലും മറ്റ് പ്രാകൃതിക ശക്തികളെ സംബന്ധിച്ചായാലും അനേകം ശബ്ദങ്ങൾ വൈദികമായിട്ട് നമുക്ക് തന്നെ അറിവുള്ളതാണ്. നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് നോക്കിയാലും അസംഖ്യം ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനും കഴിയും. ഹിരണ്യഗർഭൻ, വിശ്വൻ, തൈജസൻ, ബ്രഹ്മാവ്, ഹോതാവ്, ആധ്വർയു, ഉദ്ഗാത, ഉദ്ഗീതം, എത്രയും ശബ്ദങ്ങളാ. ഹിരണ്യഗർഭൻ, പ്രജാപതി, ബ്രഹ്മണസ്പതി, ബൃഹസ്പതി, എന്താ എത്രയധികം ശബ്ദങ്ങൾ വന്നത്? ഇതൊക്കെ ഈശ്വരന്റെ പേരാണോ? ഈശ്വരന്റെ പേരുമാവാം, മറ്റേതെങ്കിലും വസ്തുവിന്റെ പേരുമാവാം. അതിനെന്താ? ഇതിന് കൃത്യത ഒന്നുമില്ലേ? നിജപ്പെടുത്തി പറഞ്ഞുകൂടെ? നിജപ്പെടുത്തി പറഞ്ഞപ്പോൾ അതിനെ ഒറ്റ വാക്കിൽ നമ്മുടെ വേദാന്തം ഉത്തരം പറഞ്ഞു. ഈശാവാസ്യം ഇതം സർവം. ഈ ജഗത്തിൽ നമ്മുടെ ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെല്ലാം ഉണ്ടോ, ഇതം സർവം ഈശാവാസ്യം. ഈശനാൽ വസിക്കുവാൻ യോഗ്യതയുള്ളതാണ്. വസിക്കുവാൻ യോഗ്യതയുള്ളതാണ് എന്ന് പറഞ്ഞാൽ യോഗ്യതയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈശൻ അതിൽ വസിക്കുന്നുണ്ടാവും. പാണിനി മുനിയോട് ചോദിച്ചപ്പോ പാണിനി മുനി പറഞ്ഞു, സോസ്യ നിവാസ. ഈ ലോകത്തിൽ ഏതേത് പേരിൽ ഏതേത് വസ്തുവുണ്ടോ ആ വസ്തു എല്ലാം അസ്യ നിവാസ ഭവതി. അതെല്ലാം ആ ഈശന്റെ നിവാസ സ്ഥാനങ്ങളാണ്. അട്ട, പുഴു, മലം, മൂത്രം, ഇതൊക്കെ ഓരോ പദാർത്ഥങ്ങളാണ്. മജ്ജ, അസ്ഥി, മേധസ്, ശുക്രം, ഓജസ്, രക്തം, ത്വക്ക്, ലോമങ്ങൾ. സർവം എന്ന് പറഞ്ഞപ്പോഴോ ഇത് സർവവും പെട്ടു. സോസ്യ നിവാസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതേത് പേരിൽ
ഏതേത് വസ്തുവുണ്ടോ അതെല്ലാം ഈശ്വരന്റെ നിവാസ സ്ഥാനമാണെങ്കിൽ ഈശ്വരൻ അതിലെല്ലാം ഓരോന്നിലും വസിക്കുന്നുണ്ട്. അപ്പൊ ആ പദാർത്ഥങ്ങളുടെ പേര് പറഞ്ഞാൽ ഈശ്വരന്റെ വാസസ്ഥാനത്തിന്റെ പേരാണത്. അത് ഈശ്വരന്റെ വാസസ്ഥാനമാണെങ്കിൽ അതിൽ ഈശ്വരൻ വസിക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ വസ്തുക്കളെല്ലാം ഈശ്വരന്റെ വീടുകളാണ്. എന്റെ വീട്ടുപേര് വല്ലത്ത് എന്നാണ്. ചിലപ്പോ റോഡിൽ കൂടി പോകുമ്പോ എടാ വല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ എന്നെ പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും. പരിചയം ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ നിൽക്കും. അവര് വീണ്ടും ഇരിക്കും, എടാ വല്ലം നീ എവിടെ പോവാ? അപ്പൊ ഒരു അപരിചിതൻ ചോദിച്ചു, എന്താ തന്റെ പേരിനെ തന്നെ വല്ലെന്ന് വിളിക്കണത്? അതെന്റെ വീട്ടുപേരാ. അല്ലേ? ദ ബ്രിട്ടീഷ്, ദ ഫ്രഞ്ച്, ദ അമേരിക്കൻ, അമേരിക്ക അതൊക്കെ പറയുമ്പോഴോ ഇതെല്ലാം അവരുടെ ജന്മനാടിന്റെ, അവർ ജനിച്ചു വളർന്ന നാടിന്റെ പേരാ. ആ പേരിൽ അവർ അറിയപ്പെടുന്നു. ആ അറിയപ്പെടുന്നതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അതുപോലെ ഗുണപരമായിട്ട് നമ്മൾ മേന്മ കാണുന്ന ഒരുപാട് ഐക്കണുകളുണ്ട്. അതിലൊന്നാണ് ഹിരണ്യഗർഭം, അതിലൊന്നാണ് തൈജസൻ, അതിലൊന്നാണ് പ്രജാപതി, അതിലൊന്നാണ് ബ്രഹ്മണസ്പതി, അതിലൊന്നാണ് വാചസ്പതി. അപ്പൊ എന്തിനാ ഈ അനേകം പേരുകൾ? കാരണം അനേകം തരത്തിൽ അനേകം ഇടത്ത് അതുണ്ട്. അപ്പൊ അത് ഏതെവിടെയുണ്ടോ ആ പേരിൽ അത് അറിയപ്പെടും. അപ്പൊ അങ്ങനെയാണ് ഹിരണ്യഗർഭൻ, തൈജസൻ മുതലായ പേരുകളെല്ലാം ഒരേ ഒരു തത്വത്തിന് ലഭിച്ചതെന്ന് മാത്രമല്ല വേദം അതിനെ സമന്വയിപ്പിച്ചിട്ട് പറഞ്ഞു. എന്ത്? ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി. ഈ ഒന്ന് വസിക്കുന്ന വസ്തു ഒന്നാണെങ്കിലും അത് പല രീതിയിൽ വസിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു? വിപ്രാഹ, അതിനെ അറിയുന്നവരായിട്ടുള്ള വിശേഷ പ്രജ്ഞയുള്ളവർ ബഹുധാ വദന്തി, പല പേരുകളിൽ അതിനെക്കുറിച്ച് പറയും. അപ്പൊ നമ്മൾ ഓരോന്നിനെ കുറിച്ച് അറിയുമ്പോ അതിലൊരു മുഖ്യമായ പേരുണ്ട്. ആ പേരിന്റെ പേരാണ് ഓം. കാരണം ഇത് എല്ലാത്തിലും കുടികൊള്ളുന്നതിനാ, എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത്. അതിൽ കുടികൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിലനിർത്താൻ വേണ്ടിയിട്ട്. അതിനെ നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കാരണം ഈ ലോകത്ത് അദ്ദേഹം ജീവൻ നൽകിയിട്ടുള്ളതായിട്ടുള്ള ഈ മനുഷ്യര് അതിന്റെ ആയുസ് വരെ ജീവിച്ചിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അതിന് രക്ഷയുള്ളൂ. അതായി ജീവിച്ചിരിക്കുന്ന നമുക്ക് ഈ പറയുന്നതായ വസ്തുക്കൾ അതേ രൂപത്തിൽ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് എന്ത്? നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമായി തീരുന്നത്. ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രയോജനത്തെ നേടുന്ന വിധത്തിൽ മുന്നേറാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ മുന്നേറ്റത്തിനായിട്ട് ഈശ്വരൻ എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ നിയമനം ചെയ്യുന്നു. ലാസ്റ്റ് യഹ പൃഥിവ്യാം തിഷ്ഠൻ പൃഥിവ്യാഹ അന്തരഹ യം പൃഥിവീ ന വേദ യസ്യ പൃഥിവീ ശരീരം ഏഷതേ ആത്മാ അന്തര്യാമ്യമൃതഃ. ബൃഹദാരണ്യക ഉപനിഷത്തില് ശ്വേതകേതുവിനോട് ഉപദേശമാണ്. യഹ പൃഥിവ്യാം തിഷ്ഠൻ, പൃഥിവിയിൽ കുടികൊണ്ടുകൊണ്ട്, പൃഥിവ്യാഹ അന്തരഹ, പൃഥിവിയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കെ തന്നെ, യം പൃഥിവീന വേദ, ഈ ശരീരത്തിന് ഈ ആത്മാവിനെ അറിഞ്ഞുകൂടാ, പക്ഷെ ആത്മാവിന് ശരീരത്തെ അറിയാം. യസ്യ പൃഥിവീ ശരീരം, ആയിരിക്കുന്ന ആത്മാവിന് പൃഥിവിയാണ് ശരീരം. യഹ പൃഥിവ്യാഹ അന്തരഹ യമയതി യേഷതേ അന്തര്യാമി, യേഷതേ ആത്മാ അന്തര്യാമി അമൃതഃ. അങ്ങനെ നിന്റെ ഈ ശരീരത്തിലും പൃഥിവിയിൽ ബ്രഹ്മം കുടികൊള്ളുകൊണ്ട് പ്രകൃതിയെ പ്രകൃതിയായി നിലനിർത്തിക്കൊണ്ട് നിന്നെ രക്ഷിക്കുന്ന പോലെ നിന്റെ ഈ ശരീരത്തിലും ഈ ബ്രഹ്മം നിന്നിൽ നിന്ന് വേറെ ആയിട്ട് ഈ ശരീരത്തിൽ നിന്ന് വേറെ ഇരുന്നു കൊണ്ട്, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ശരീരത്തെ നിന്നെപ്പോലെ തന്നെ ശരീരമായി സ്വീകരിച്ചുകൊണ്ട് ഈ ശരീരത്തെ ശരീരമായി നിലനിർത്തുന്നു. അതുകൊണ്ട് ആ അന്തര്യാമിയെ നീ അറിയുക. അന്തര്യാമി പൃഥ്വിയിലുണ്ട്,
മരത്തിലുണ്ട്. ഇത് തന്നെയാണ് നാരായണന്റെ വിഷയത്തില് കഥയില് ആരുടെ ചോദ്യത്തിന്? ഹിരണ്യകശിപുവിന്റെ ചോദ്യത്തിന് പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഹിരണ്യകശിപുവിന്റെ പുത്രൻ കൊടുത്ത ഉത്തരം തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട്. അത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അത് നമുക്ക് ബോധ്യം വരുന്ന രീതിയിലേക്ക് നമ്മുടെ ആചരണങ്ങളെ, നമ്മൾ ആ ഒരു ദിശയിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ആചരണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഏകീകരിച്ചുകൊണ്ട്, ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ മാർഗം ഏതാണോ ആ മാർഗത്തെ നിർണയിക്കണം. നിർണയിച്ചിട്ടോ ഓരോ ദിവസവും ആ മാർഗത്തിലൂടെ മുന്നേറണം. അപ്പൊ അതിനാണ് ഈ മനുഷ്യ ജീവിതം. ഇതാണ് ഈ പൂർവ്വമീമാംസയുടെയും ഉത്തരമീമാംസയുടെയും സീക്വൻസ് എന്ന് പറയുന്നതും അതിന്റെ അത് പരസ്പരം കോംപ്ലിമെന്ററി ആണ്. വാസ്തവം പൂർവ്വമീമാംസ അവിടെ പഠിച്ചുവിട്ടതായ ധർമ്മത്തിന്റെ മേഖലയെ അതായത് പഠിപ്പും വിവരവുമുള്ള ബുദ്ധിമാനായ മനുഷ്യന്റെ ജീവിതക്രമത്തില് ഒരു ലക്ഷ്യം നിർണയിച്ച് ആ ലക്ഷ്യത്തിലൂടെ മുന്നേറാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് പൂർവ്വമീമാംസ, മറ്റേത് ഉത്തരമീമാംസ. ഒന്ന് ചോദ്യമാണെങ്കിൽ മറ്റേത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഒന്ന് ശങ്കയാണെങ്കിൽ മറ്റേത് സമാധാനമാണ്. ഓ